നമ്മളുടെ ഈ വർഷം എന്ന് പറയുന്നത് നമ്മുടെ സെക്സ് എഡ്യൂക്കേഷനിൽ കുറച്ചും കൂടി ഡീപ്പർ ലെവലിലോട്ട് നമുക്ക് റേഞ്ച് മാറ്റി പിടിക്കാന്ന് ഞാൻ ഇവിടുത്തെ UDC ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. നമ്മൾ ഈ ബേസിക് അല്ലാണ്ട് കുറച്ചും കൂടി ഭയങ്കര ഡീപ്പായി പോവാന്ന്. ചുമ്മാ സത്യം. അതിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. ഞാൻ വിചാരിച്ചോലല്ല. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പൊ വീണേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സെക്സ് ടോയ് ആണ്. സത്യം പരമാത്രം. അതെ, സെക്സ് ടോയ്സ് പല തരത്തിലുള്ളത് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എനിക്കെന്തോ കാരണം സെക്സ് ടോയ് എന്നുള്ളത് അങ്ങനെ മാർക്കറ്റിൽ ഇല്ല. വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ഇവിടെ ഒക്കെ UK എന്ന് പറയുന്നത് ഇതിവിടെ മിക്ക ഷോപ്സിലും സെക്സ് ടോയ്സ് അവൈലബിൾ ആണ്. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് ഫീമെയിൽസിനുള്ള സെക്സ് ടോയ് ആണ്. ഈ സെക്സ് ടോയിനെ കുറിച്ചിട്ട് പല തെറ്റിദ്ധാരണകൾ നമ്മളെ ചുറ്റും ഇങ്ങനെ പരക്കും. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടം. അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ആള് കൊള്ളാവല്ലടാ. അതിപ്പോ പുറത്ത് കാണിക്കണ്ട. ഇത്രയേ ഉള്ളൂ സാധനം എന്ന് പറയുന്നത്. ഈ ഒരു കുഞ്ഞി സാധനമാണ്. ഇതെന്ന് പറയുന്നത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമുക്ക് എവിടെയും ഈസി ആയിട്ട് കൊണ്ടുപോവാം. ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല. ചിന്തിക്കണം. ഇത് കാണാൻ ചെറുതാണെങ്കിലും ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഭർത്താവിന്റെ പ്ലഷർ കിട്ടുന്നില്ല, ഓർഗാസത്തിലോട്ട് എത്തുന്നില്ല, സുഖം കിട്ടുന്നില്ല, അതുകൊണ്ട് ഭാര്യമാര് ഇത് യൂസ് ചെയ്യണു എന്നൊക്കെ കുറെ പേര് വിചാരിച്ചിട്ടുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാനും പ്ലഷർ കിട്ടാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ സെക്സ് ടോയ്സ് എന്ന് പറയുന്നത്. കറക്റ്റ് ആണല്ലേ? കറക്റ്റാ. പക്ഷെ ഞാൻ പുറത്തുണ്ട്. അതിനെന്ത് വില വരും? ഒരു 50,000 എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.